ഹൃദയം പിളരുന്ന വേദനയുള്ളൊരു സംഭവം നടന്നിട്ട് ഒരു മാസം തികയുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളിലെ ആളുകൾ എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളുകളാണ്. എൻ്റെ അധ്യാപന ജീവിതത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ മുഹൂർത്തങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വളരെ വളരെ നിഷ്കളങ്കരായ ആളുകളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും, മനോഹരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് ഇല്ലാതായത്. നമ്മൾ ആലോചിക്കും തോറും അതിന്റെ വേദന കൂടി വരുന്ന സന്ദർഭം. ഇപ്പോഴാ ഗ്രാമം, ഞാൻ അവിടെ പോയിട്ടില്ല, ചിത്രത്തിലൂടെയും ടിവിയിലൂടെയും കാണുമ്പോൾ എത്ര സുന്ദരമായ മനോഹരമായ ഗ്രാമം ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു, എത്ര പറഞ്ഞാലും നമുക്കതിന്റെ വൈകാരികത പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, അത് അനുഭവിച്ച കുറെ ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അന്നത്തെ സംഭവം അനുഭവിച്ച ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് അതത്ര ഭീകരമായിരുന്നു ആ സംഭവം എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇന്നൊരു മാസം തികയുന്ന ഈ സന്ദർഭത്തിൽ ഇവർക്കെല്ലാം ഒരു ശ്രദ്ധാഞ്ജലി, നമ്മുടെ ഒരു ഓർമ്മപ്പൂക്കൾ സമർപ്പിക്കുകയാണ്. മുഴുവൻ മലയാളികളും ആ ദുഃഖം ഏറ്റുവാങ്ങി. അത് ചൂരൽമലയുടെ ദുഃഖമാണ്, മുണ്ടക്കയുടെ ദുഃഖമാണ്, പുഞ്ചിരിമഠത്തിന്റെ ദുഃഖമാണ്, നമ്മളെല്ലാവരുടെ ദുഃഖമാണ്. മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമഠത്ത് ജൂലൈ 30 പുലർച്ചെ ഉണ്ടായ ഉരുൾപൊട്ടൽ ചൂരൽമല മുണ്ടക്കൈ ഗ്രാമങ്ങളെ ആകെ കവർന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരന്തങ്ങൾ സൃഷ്ടിച്ച പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം പോലും ഇനിയും തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല. കുടുംബങ്ങളും വീടും ജീവനോപാധികളും ഭൂമിയും അടക്കം എല്ലാം നഷ്ടപ്പെട്ട് ഉരുളെടുത്തുപോയി. ഇനിയും അവശേഷിക്കുന്നവരുടെ ഘനീഭവിച്ച ദുഃഖത്തിന് സമാനതകളില്ല. ഹൃദയം തുറക്കുന്ന സഹജീവി സ്നേഹവുമായി സമൂഹം ഒന്നാകെ അവർക്കൊപ്പമുണ്ട്. അപ്രത്യക്ഷമായി ഒരു പുലർച്ചെ ഭൂമിയുടെ മാറ് പിളർന്നു ആർത്തു ഉല്ലച്ചു വന്ന ഉരുളിനൊപ്പം ഇരുൾ എടുത്തുപോയ ചൂരൽമലയെയും മുണ്ടക്കൈയിലെയും 500ഓളം വരുന്ന സഹോദരങ്ങളുടെ വേർപാടിൽ ഈ കൂട്ടായ്മ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ബഹുമാനപുരസ്ഥൻ ശ്രീ ഉണ്ണീഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഈ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇല്ലാതിരുന്നവരും കൂടി ഞാനിപ്പോഴും ഈ ചിത്രത്തിൽ കണ്ടു. ഞാൻ അറിഞ്ഞവരെക്കാളും അറിയാത്ത ചിലർ കൂടി, അറിയാത്തതെന്ന് പറഞ്ഞാല് ഞാൻ അവരുണ്ടെന്ന് വിശ്വസിച്ച പലരും ഇപ്പോൾ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് അയ്യോ അവരും പോയോ എന്നെനിക്ക് ഇടനെഞ്ചിലൊരു വേദന തോന്നി. പ്രിയപ്പെട്ടവരെ, ഈ ഫോട്ടോയിലുള്ള കുഞ്ഞു മക്കളൊഴികെ ബാക്കിയുള്ള എല്ലാ കൈകളും എനിക്ക് ഭക്ഷണം വിളമ്പി തന്നതാണ്. എല്ലാ കൈകളും. ഞാൻ എന്താ പറയുന്നത് എനിക്കറിയില്ല. അത്രമേൽ പ്രിയപ്പെട്ടവരാണ് ഈ ഇരിക്കുന്നവരെല്ലാം. ഇത് കൂടാതെയും ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പക്ഷേ ഇവരെക്കാളും ഇപ്പോൾ വേദനിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരാണ്. ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്, ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആ ഗാനത്തിന് ശ്രുതിമീട്ടുന്നി പുഴയിലെ ഓളങ്ങൾ, ആ നാദത്തിനു തുടികൊട്ടുന്നു വയനാടൻ മക്കൾ, വയനാടൻ മക്കൾ.
വെള്ളരി മലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ടേ. ജനസാർ പറഞ്ഞ പോലെ ഒരു ശ്രദ്ധാഞ്ജലിയല്ല, ഞാൻ ഉണ്ണിമാഷെ കുറിച്ചാട്ടോ എഴുതിയിട്ടുള്ളത്. ഉണ്ണിമാഷയും പിന്നെ ദുരന്തത്തിൽപ്പെട്ട എല്ലാവരെയും കുറിച്ച്. ഉണ്ണിമാഷ് മുൻപ് ഭൂതകാലത്തിന്റെ മനുഷ്യൻ, വസന്തത്തിന്റെ മുഴുവൻ നിറങ്ങളും കുടഞ്ഞിട്ട മനോഹരമായ വിദ്യാലയം, ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഉണ്ട്, ഒരുമിച്ച് കളിച്ചു തിമർത്ത സ്കൂൾ മുറ്റം, വിയർപ്പാറ്റിയ പുഴ, ചിരിച്ചുല്ലസിച്ചു വരുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെ കാത്ത് വാതിൽപ്പടിയിൽ നിൽപ്പുണ്ടൊരു അധ്യാപകൻ ഉണ്ണിമാഷ്. ഇന്ന് ഏറ്റവും തണുത്തൊരു പകലിൽ അതിനേക്കാൾ തണുത്തുപോയൊരു മനുഷ്യൻ. നിലവിളികൾക്കും അലറിപ്പറച്ചിലുകൾക്കും ഇടയിലൂടെ ഉടലിനേക്കാൾ കനപ്പെട്ട ഹൃദയവുമായി ഒരാൾ ഉണ്ണിമാഷ്. ഇന്ന് ഏറ്റവും തണുത്തൊരു പകലിൽ അതിനേക്കാൾ തണുത്തു പോയൊരു മനുഷ്യൻ. നിലവിളികൾക്കും അലറിപ്പറച്ചിലുകൾക്കും ഇടയിലൂടെ ഉടലിനേക്കാൾ കനപ്പെട്ട ഹൃദയവുമായി ഒരാൾ ഉണ്ണിമാഷ്. ഒഴിഞ്ഞ കിളിക്കൂട് പോലെ ക്ലാസ് മുറികൾ, ഉടലിൽ എരിഞ്ഞുപോയ പിഞ്ചോമനകൾ ബാക്കി വെച്ച ചിരിത്തൂവലുകൾ, പ്രൊജക്റ്റുകൾ, പുഴയിലെ മീനുകൾക്ക് പോലും സുപരിചിതമായ പ്രാർത്ഥനാ ഗാനങ്ങൾ, പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ചു വെച്ച ഭാവിയുടെ പ്രതീക്ഷകൾ. ഒഴിഞ്ഞ കിളിക്കൂട് പോലെ ക്ലാസ് മുറികൾ, ഉടലെരിഞ്ഞു പോയ പിഞ്ചോമനകൾ ബാക്കി വെച്ച ചിരിത്തൂവലുകൾ, പ്രൊജക്റ്റുകൾ, പുഴയിലെ മീനുകൾക്ക് പോലും സുപരിചിതമായ പ്രാർത്ഥനാ ഗാനങ്ങൾ, പുസ്തകത്താളുകളിൽ ഒളിപ്പിച്ചു വെച്ച ഭാവിയുടെ പ്രതീക്ഷകൾ. ആകാശത്തോളം സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത നീണ്ട പ്രതീക്ഷകളുടെ മുഴുവൻ തോൽവികളും ഏറ്റുവാങ്ങിക്കൊണ്ട് നനഞ്ഞു കുഴഞ്ഞു മറിഞ്ഞ മണ്ണിലേക്ക് മുറിവേറ്റ ഓർമ്മകളുമായി പ്രിയപ്പെട്ട പലരും കൂടെയില്ല എന്ന പൊള്ളിയടർന്ന തിരിച്ചറിവോടെ ഇടറിയ കാലുകൾ വലിച്ചൂന്നി അദ്ദേഹം എത്തി. തോറ്റു പോകുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന നിലവിളിയോടെ തകർന്ന ഹൃദയത്തിന്റെ നീറ്റൽ നമ്മളിൽ പടർത്തിക്കൊണ്ട് ആകാശത്തോളം സ്വപ്നം കണ്ട് വളർത്തിയെടുത്ത നീണ്ട പ്രതീക്ഷകളുടെ മുഴുവൻ തോൽവികളും ഏറ്റുവാങ്ങിക്കൊണ്ട് നനഞ്ഞു കുഴഞ്ഞു മറിഞ്ഞ മണ്ണിലേക്ക് മുറിവേറ്റ ഓർമ്മകളുമായി പ്രിയപ്പെട്ട പലരും കൂടെയില്ല എന്ന പൊള്ളി അടർന്ന തിരിച്ചറിവോടെ ഇടറിയ കാലുകൾ വലിച്ചൂന്നി അദ്ദേഹം എത്തി. തോറ്റു പോകുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന നിലവിളിയോടെ തകർന്ന ഹൃദയത്തിന്റെ നീറ്റൽ നമ്മളിൽ പടർത്തിക്കൊണ്ട്